ഇത് അബ്ബാസിയയിലെ ഒരു തെരുവിന്റെ രാത്രിക്കാഴ്ച. കൈലിമുണ്ടുടുത്ത് തെരുവിന്റെ ഓരം ചേർന്ന് നടന്നുവരുന്നതാണ് മലപ്പുറം ആലങ്കോട് സ്വദേശി ഹംസക്ക. കാൽനൂറ്റാണ്ടായി തുടരുന്ന പ്രവാസകാലം ഹംസക്ക ജീവിച്ചു തീർത്തത് ഈ കെട്ടിടത്തിലാണ്. 22-ാം വയസ്സിൽ കുവൈത്തിലെത്തിയതാണ് ഹംസക്ക. പ്രമുഖ കമ്പനിയിൽ മെക്കാനിക്കായി ജോലി, മോശമില്ലാത്ത ശമ്പളം. ഒന്ന് പച്ചപിടിച്ചു വരുമ്പോഴേക്ക് ഇറാഖിന്റെ അധിനിവേശം. സഹപ്രവർത്തകരെല്ലാം നാട്ടിലേക്ക് വിമാനം കയറിയപ്പോഴും ഹംസ പിടിച്ചു നിന്നു. പിന്നെ ഒരിക്കൽ പോലും നാട്ടിൽ പോകാതെ 25 കൊല്ലം. നാടുമായുണ്ടായിരുന്ന പൊക്കിൽ കൊടി ബന്ധം ഉമ്മയുടെ മരണത്തോടെ മുറിഞ്ഞു. ഇപ്പോൾ ബന്ധുക്കളെന്ന് പറയാൻ നാട്ടിൽ അനുജൻ മാത്രം. പൈസ അയച്ചു കൊടുത്തിട്ടാണ് എനിക്ക് ടെലിഫോൺ ചെയ്താൽ. അതിൻ്റെ ശേഷം പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ വലിയ പെരുന്നാളായ കുറച്ച് പൈസ അയച്ചു കൊടുക്കും, അപ്പോൾ ടെലിഫോൺ ചെയ്യും. ഓണവും പെരുന്നാളുമൊക്കെ എല്ലാ പ്രവാസികളെയും പോലെ തന്റെ മനസ്സിനെയും ഗൃഹാതുരമാക്കാറുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ ചുണ്ടിൽ സ്വതസിദ്ധമായ പുഞ്ചിരി. തുടർന്ന് പറഞ്ഞ വാക്കുകളിൽ പക്ഷേ നിരാശയുടെ നനവ്. നാട്ടിൽ പോയാലും ജീവിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ടേ? കുടുംബസ്വത്തോ അല്ലെങ്കിൽ വാപ്പാൻ്റെ സ്വത്തോ ഉമ്മാൻ്റെ സ്വത്തോ എന്തെങ്കിലും എടുത്ത് ജീവിക്കാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇത് എന്നോ ഒഴിവാക്കി ഞാൻ പോയിരുന്നു. 50 ആണ്ട് പിന്നിടുന്ന ഗൾഫ് പ്രവാസത്തിന്റെ മറ്റൊരധ്യായം. ഓണവും വിഷുവും പെരുന്നാളുമൊക്കെ ഇദ്ദേഹത്തിന് പഴകിയ ഓർമ്മകളും പിന്നെ ചില ടെലിവിഷൻ കാഴ്ചകളും മാത്രമാണ്. കുവൈത്തിലെ അബ്ബാസിയിൽ നിന്നും ക്യാമറ പേഴ്സൺ നിസാർ റഷീദിനൊപ്പം മുനീർ അഹമ്മദ്,